നമസ്കാരം. ബ്രഹ്മപുരത്തു നിന്നുള്ള വിഷപ്പുകയിൽ കൊച്ചി നീറിപ്പുകയാൻ തുടങ്ങിയിട്ട് 12 ദിവസം പിന്നിടുന്നു. കോർപ്പറേഷനെതിരെ ഗുരുതര അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം ഇന്ന് കൌൺസിൽ യോഗത്തിന് മുൻപ് നടത്തിയ പ്രതിഷേധം വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. വിഷപ്പുകയിൽ ഒരക്ഷരം മിണ്ടാതിരുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇന്നൊരു പ്രതികരണമുണ്ടായി. അതേസമയം ഓസ്കറിൽ നാട്ടുനാട്ടവും എലിഫന്റ് വിസ്പേഴ്സും ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തി. അങ്ങനെ ഒട്ടനവധി സുപ്രധാന വാർത്തകളാണ് ഇന്ന് ഉണ്ടായത്. ഇന്നത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങും. ബ്രഹ്മപുരം വിഷയത്തിൽ പ്രത്യേക കൌൺസിലിനെ ചൊല്ലി കൊച്ചി കോർപ്പറേഷനിൽ സംഘർഷം. മേയറെ ഉപരോധിച്ച പ്രതിപക്ഷ കൌൺസിലർമാരെയും കോൺഗ്രസ് പ്രവർത്തകരെയും പോലീസ് നീക്കാൻ ശ്രമിച്ചത് വൻ സംഘർഷത്തിലാണ് കലാശിച്ചത്. മേയർക്ക് പിന്തുണയുമായി ഗേറ്റിന് പുറത്ത് CPM പ്രവർത്തകരും നിലയുറപ്പിച്ചതോടെ സാഹചര്യങ്ങൾ യുദ്ധസമാനമായി. ബ്രഹ്മപുരത്തെ തീയണഞ്ഞെങ്കിലും കൊച്ചി കോർപ്പറേഷനകത്ത് അത് വീണ്ടും ആളിക്കത്തുകയാണ്. പ്രത്യേക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പ്രതിപക്ഷം നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ മുഴുവൻ കൌൺസിലർമാരെയും രംഗത്തിറക്കി ഉച്ചയോടുകൂടി തന്നെ കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ചു. പോലീസ് സംരക്ഷണയിൽ മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ എത്തിയതോടെ കാര്യങ്ങൾ പോലീസിന്റെ കയ്യിലും നിന്നില്ല. വനിതാ കൌൺസിലർമാർക്കടക്കം ലാത്തിയടിയേറ്റു. പരിക്കേറ്റവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഗേറ്റ് ഉപരോധിച്ച CPM പ്രവർത്തകർ ആദ്യം സമ്മതിച്ചില്ല. അധികാരത്തിന്റെ ധാർഷ്ട്യമാണ് മേയർക്കെന്ന് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. മേയറും സെക്രട്ടറിയും കരാറുകാരുമാണ്. ഒരു നടപടി സ്വീകരിച്ച 13 ദിവസമായി എന്ത് അന്വേഷണമാണ് നടത്തിയത്? ബ്രഹ്മപുരം വിഷയത്തിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം അനാവശ്യ ഭീതി സൃഷ്ടിക്കുകയാണെന്ന് മേയർ അനിൽകുമാർ. ഇതെന്ന് വെച്ചാൽ പബ്ലിക്കിനിടയിൽ കൂടെ നമ്മളെ തടയുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ എന്ത് സംഭവിക്കുന്ന ആർക്കെങ്കിലും. ബ്രഹ്മപുരം വിഷയത്തിൽ തികച്ചും നാടകീയ സംഭവങ്ങൾക്കാണ് കൊച്ചിൻ കോർപ്പറേഷൻ സാക്ഷിയായത്. പ്രതിപക്ഷ പ്രതിഷേധത്തെ പോലീസിനെ ഉപയോഗിച്ച് നേരിട്ട ഭരണപക്ഷത്തിന്റെ നടപടി വരും ദിവസങ്ങളിലും വലിയ ചർച്ചയാകും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ജാനിപ്പോൾ ന്യൂസ് 18. ബ്രഹ്മപുരത്ത് കരാർ കിട്ടിയത് യോഗ്യത ഉള്ളതിനാലെന്ന് സോണ്ട ഇൻഫ്രാടെക് MD രാജ്കുമാർ ചെല്ലപ്പൻ പിള്ള. കമ്പനിക്ക് യോഗ്യത ഉണ്ടായിരുന്നതിനാലാണ് കരാർ കിട്ടിയത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചല്ല. ജൈവ മാലിന്യങ്ങൾ നിക്ഷേപിച്ചതുകൊണ്ടാണ് തീ പിടിച്ചതെന്നും ദിവസവും കൊണ്ടിടുന്ന മാലിന്യത്തിന്റെ ഉത്തരവാദിത്തം കമ്പനിക്കല്ലെന്നും MD പറഞ്ഞു. 500 കോടി രൂപ പ്രൊജക്ട് നിലനിൽക്കുമ്പോൾ ആരെങ്കിലും മാലിന്യം കത്തിക്കുമോ എന്നും രാജ്കുമാർ ചോദിച്ചു. വളരെ കൃത്യമായി പറയുന്നു, അവിടെ തീ കത്തുമ്പോൾ അണയ്ക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കുന്നത് കോർപ്പറേഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിന് ഉപോത്ബുദ്ധമായി ഒരു ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സ്റ്റഡി, ഒരു റിപ്പോർട്ടും ബഹുമാനപ്പെട്ട കളക്ടർക്ക് കൊടുത്ത റിപ്പോർട്ടും ഉണ്ട്. അപ്പം ഇതെല്ലാം മുന്നിൽ നിൽക്കെ ഒരു കമ്പനിയെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് ലക്ഷ്യമെന്താണ്? അതാണ് ഇതിൽ. ഞാൻ തീർച്ചയായിട്ടും ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കുന്നു. തീർച്ചയായിട്ടും ഏതൊരു ബിസിനസ്സിലും റൈവൽസ് ഉണ്ടാവും. ആ റൈവൽസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് കിട്ടാൻ വേണ്ടിയായിരിക്കാം. ഞാൻ ശക്തിയായി എല്ലാ ഉത്തരവാദിത്തോടുകൂടി പറയുന്നു, ഈ പ്രൊജക്റ്റിലെ ഒരു ബിസിനസ് റൈവലറി ഉണ്ട്. ആ ബിസിനസ് റൈവലറിയുടെ എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതേസമയം ബ്രഹ്മപുരം വിഷയത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഇന്നുണ്ടായത്. മാലിന്യ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് എല്ലാ നിയമങ്ങളും ലംഘിച്ചെന്ന് കോടതി പറഞ്ഞു. പ്ലാന്റ് നടത്തിപ്പുകാർക്ക് എതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്നും കോടതി ചോദിച്ചു. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പ്രവർത്തനം സർക്കാർ മോണിറ്റർ ചെയ്യണമെന്ന് തദ്ദേശ വകുപ്പ് സെക്രട്ടറിയോട് കോടതി നിർദ്ദേശിച്ചു. 7 വർഷമായി മാലിന്യ നീക്കത്തിന് ചെലവാക്കിയ തുക എത്രയെന്നും കരാറും അറിയിക്കണം. കേന്ദ്ര സർക്കാരിന്റെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരെ വിളിക്കേണ്ടി വരുമെന്ന് കോടതി താക്കീത് ചെയ്തു. ഡിവിഷൻ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ ഓൺലൈനിൽ ഹാജരാകാൻ വൈകിയതിൽ ജില്ലാ കളക്ടറെയും കോടതി വിമർശിച്ചു. പുക ശ്വസിച്ച ഒരാൾ മരിച്ചതായുള്ള ആരോപണത്തിൽ മരിച്ചയാളുടെ രോഗവിവരങ്ങളും മരണകാരണവും അടക്കമുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. കേസ് നാളെ പരിഗണിക്കാൻ മാറ്റി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ച മുഖ്യമന്ത്രി തുടർ പ്രവർത്തനങ്ങൾ ഏകോപനത്തോടെ വിദഗ്ധോപദേശം സ്വീകരിച്ചു ചെയ്യും. തീ അണയ്ക്കലിൽ ഏർപ്പെട്ടിട്ടുള്ള
ഫയർ ആൻഡ് റെസ്ക്യൂ സേനാംഗങ്ങളെ മുതൽ ഇന്ത്യൻ വായുസേനയെ വരെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. മാലിന്യ പ്ലാന്റിൽ തീപിടിച്ച് 10 ദിവസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി പ്രതികരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. മന്ത്രിമാർ ഉൾപ്പെടെ പ്ലാന്റ് സന്ദർശിച്ചിരുന്നു. അതേസമയം ഇന്ന് ന്യൂസ് 18ന്റെ സോഷ്യൽ മീഡിയ ട്രെൻഡ്സ് ആൻഡ് സ്റ്റൈൽ പുരസ്കാര ദാന ചടങ്ങായിരുന്നു കൊച്ചിയിൽ. മുഖ്യാതിഥിയായി എത്തിയിട്ടുണ്ടായിരുന്നത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയായിരുന്നു. അദ്ദേഹം ചില രാഷ്ട്രീയ വിഷയങ്ങളിലും പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ ആ വേദിയിൽ വെച്ച് നടത്തുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ഉണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്തവരുടെ ചോദ്യത്തിന് മറുപടിയായി സുരേഷ് ഗോപി പറഞ്ഞു. ലോക്സഭാ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. സാറിന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാമോ? ഇല്ല, അതെൻ്റെ നേതാക്കളാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു ഡിസിപ്ലിൻ ഈ എൻ്റെ രാഷ്ട്രീയ കക്ഷിക്കുണ്ട്. എൻ്റെ നേതാക്കൾ 2, 3, 4 പേരേ ഉള്ളൂ. അവരാണ് തീരുമാനിക്കുന്നത്. ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നതിന് കാരണക്കാരായതും അവരാണ്. രാഷ്ട്രീയത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിനായിട്ടുണ്ടെങ്കിൽ അതും അവരുടെ നിശ്ചയമായിരുന്നു, എൻ്റെ നിശ്ചയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാൻഡിഡേച്ചർ എന്ന് പറയുന്നതും ഒരിക്കലും എൻ്റെ ഇഷ്ടമോ എൻ്റെ നിശ്ചയമോ അല്ല. അത് അവർ തീരുമാനിക്കും. താങ്ക് യു വെരി മച്ച്. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ചില്ലെന്ന് സുരേഷ് ഗോപി. എന്നെ ഏറ്റവും കൂടുതൽ അധികം പുറന്തള്ളുകയും ചവിട്ടിത്തേക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയമാണ് കേരളത്തിലേത്. MP എന്ന നിലയിൽ തന്റെ പ്രവർത്തനങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരു MP എന്ന നിലയ്ക്ക് അതിന് സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ നന്നായി അനുഭവിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ അനുഭവിച്ച MP-മാരോട് തന്നെ അതിൻ്റെ ചോദ്യം ചോദിക്കണം. ഞാൻ ഉണ്ടായിരുന്ന ഒരു കപ്പാസിറ്റി, എനിക്ക് കിട്ടിയിരുന്ന ഒരു കപ്പാസിറ്റിയിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്നെ ഏറ്റവും അധികം പുറന്തള്ളുകയും ചവിട്ടി തേച്ചൊട്ടിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. അതേസമയം ന്യൂസ് 18 കേരളം ട്രെൻഡ്സ് ആൻഡ് സ്റ്റൈൽസ് അവാർഡുകൾ വിതരണം ചെയ്തു. കാർത്തിക് സൂര്യയും പേളി മാണിയും മികച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കുള്ള പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. 13 വിഭാഗങ്ങളിലായുള്ള പുരസ്കാരങ്ങൾ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയാണ് സമ്മാനിച്ചത്. കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളും വാക്പോരുകളും തുടരുകയാണ്. നേതൃത്വത്തെ വിമർശിച്ചതിന് കെ മുരളീധരനും MK രാഘവനും കത്തയച്ച KPCC നടപടി തള്ളി രമേശ് ചെന്നിത്തലയും MM ഹസനും. AICC അംഗങ്ങളിൽ നിന്ന് KPCC വിശദീകരണം തേടാറില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു. നടപടി മാനദണ്ഡം പാലിച്ചല്ലായിരുന്നുവെന്ന് MM ഹസന്റെ പ്രതികരണം. നേതൃത്വത്തിന് ഏകാധിപത്യ ശൈലിയാണെന്നും കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്നുമായിരുന്നു MK രാഘവന്റെയും K മുരളീധരന്റെയും വിമർശനം. പറയാനുള്ളത് തുറന്നു പറയുക തന്നെ ചെയ്യുമെന്ന് ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലൂടെ മുരളീധരൻ തുറന്നടിച്ചതോടെ നേതൃത്വം അപ്പാടെ പ്രതിരോധത്തിലായി. ഇതിന് പിന്നാലെയാണ് നേതാക്കളോട് വിശദീകരണം തേടാനുള്ള KPCC നേതൃത്വത്തിന്റെ നീക്കം. ഇത് അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെയും MM ഹസന്റെയും പ്രതികരണം. AICC അംഗങ്ങളിൽ നിന്ന് KPCC വിശദീകരണം തേടാറില്ല. രണ്ടുപേരും MP-മാരാണെന്നും ചെന്നിത്തല. അവരോട് ചില ജാഗ്രത കാണിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണഗതിയിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് AICC തന്നെയാണ്, സംശയമൊന്നുമില്ല. അങ്ങനെയാണ് അതിന്റെ കീഴ്വഴക്കം. ഇവിടെ എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് ആർക്കും വലിയ വ്യക്തതയില്ല. നടപടി മാനദണ്ഡം പാലിച്ചല്ലെന്നായിരുന്നു MM ഹസന്റെ പ്രതികരണം. താൻ പ്രസിഡന്റ് ആയിരിക്കെ മുരളി വിരുദ്ധ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അന്ന് നേരിട്ട് വിളിച്ച കാര്യം ബോധ്യപ്പെടുത്തുകയായിരുന്നുവെന്നും ഹസൻ. രണ്ടാമത്തെ പ്രാവശ്യവും ഈ പ്രസ്താവന വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹവുമായി സംസാരിച്ചു. KPCC പ്രസിഡന്റുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ തെറ്റിദ്ധാരണ മാറി എന്ന് പറഞ്ഞ് അദ്ദേഹം തിരുത്തി. ഈ ഒരു സന്ദർഭത്തിൽ അതുപോലുള്ള ഒരു മാർഗമാണ് സ്വീകരിക്കേണ്ടിയിരുന്നത് എന്ന് മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായമുള്ളൂ. അതേസമയം വിശദീകരണം തേടിയിട്ടില്ലെന്ന നിലപാടിലാണ് KPCC നേതൃത്വം. ന്യൂസ് 18 തിരുവനന്തപുരം.
അതേസമയം കോൺഗ്രസ് പുനഃസംഘടനാ വിവാദങ്ങളിൽ പ്രതികരിക്കാതെ വി ഡി സതീശൻ. കേരളത്തിലെ കോൺഗ്രസിൽ പണ്ടും പരസ്യ പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി വേദികളിൽ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള അവകാശം നേതാക്കൾക്കുണ്ട്. പരാതികളുണ്ടെങ്കിൽ അത് നേതൃത്വം കേൾക്കുമെന്നും എല്ലാവരും ഒരു കുടുംബം പോലെയാണെന്നും വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്വവർഗ വിവാഹം നിയമപരമാക്കണമെന്ന ഹർജികൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഏപ്രിൽ 18-ന് അന്തിമവാദം കേൾക്കും. സ്വവർഗ വിവാഹം നിയമപരമാക്കണമെന്ന ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികളിൽ വാദം കേട്ടത്. ഭരണഘടനാ ബെഞ്ച് ഹർജികൾ പരിഗണിക്കുമ്പോൾ ലൈവായി ടെലികാസ്റ്റ് ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യവും കോടതി അംഗീകരിച്ചു. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിന് ബഹളത്തോടെ തുടക്കം. ലണ്ടൻ സന്ദർശനത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് പറയണമെന്ന് ഭരണപക്ഷം ആവശ്യപ്പെട്ടു. രാഹുൽ വിദേശത്ത് ഇന്ത്യയെ അപമാനിച്ചതായി ലോക്സഭയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും രാജ്യസഭയിൽ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും ആരോപിച്ചു. ഇന്ത്യയിൽ എന്താണ് നടക്കുന്നതെന്ന് ലോകം കാണുന്നുണ്ടെന്നായിരുന്നു രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മറുപടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ത്രീയായ രോഗിക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥ നിയമസഭയിൽ അവതരിപ്പിച്ച പത്തനാപുരം MLA KV ഗണേഷ് കുമാർ. തന്റെ മണ്ഡലത്തിലെ സ്ത്രീക്ക് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സ നിഷേധിച്ചതായി വീഡിയോ സഹിതം കാണിച്ച് MLA അറിയിച്ചു. വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രിയും റിപ്പോർട്ട് സഭയെ അറിയിക്കണമെന്ന് സ്പീക്കറും പറഞ്ഞു. പ്രസവത്തിനിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട് ഫാത്തിമ ആശുപത്രിക്ക് മുന്നിൽ സമരം. കുന്നമംഗലം ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബാംഗങ്ങൾ സമരം നടത്തുന്നത്. അതേസമയം ഡോക്ടറെ ആക്രമിച്ച കേസിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് IMA വെള്ളിയാഴ്ച സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് നടത്തും. സഭാ തർക്കവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിനെതിരെ പ്രതിഷേധവുമായി ഓർത്തഡോക്സ് സഭ. മുഖ്യമന്ത്രി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് സഭയെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് തുമ്പമൺ ഭദ്രാസനാധിപൻ മെത്രോപൊലീത്ത കുര്യാക്കോസ് മാർ ക്ലിമീസ് കുറ്റപ്പെടുത്തി. ബില്ല് കൊണ്ടുവരുന്നതിന് പിന്നിൽ സർക്കാരിന് ഗൂഢലക്ഷ്യമെന്ന പ്രതിഷേധ പ്രമേയവും പ്രാർത്ഥനായജ്ഞത്തിൽ പാസാക്കി. ശരീഅത്ത് നിയമത്തിൽ മാറ്റം വേണമോ എന്ന് തീരുമാനിക്കേണ്ടത് മതപണ്ഡിതരെന്ന സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ പറയാനാകില്ല. പിന്തുടർച്ചാവകാശത്തിൽ മുസ്ലിം ലീഗ് നിലപാട് എടുക്കേണ്ടതില്ല. ഷുക്കൂർ വക്കീലിന്റെ കല്യാണം പ്രതികരണം അർഹിക്കുന്നില്ലെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. കണ്ണൂർ തളിപ്പറമ്പിൽ കോടതി ജീവനക്കാരിക്ക് നേരെ ആസിഡ് ആക്രമണം. മറ്റ് 2 പേർക്കും പൊള്ളലേറ്റു. കൂവോട് സ്വദേശിനി K ഷാഹിദയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന കോടതി ജീവനക്കാരനും പത്രവിതരണക്കാരനും ആസിഡ് ദേഹത്ത് വീണ് പൊള്ളലേറ്റു. സംഭവത്തിൽ സർ സയ്യിദ് കോളേജ് ലാബ് ജീവനക്കാരൻ മുതുകുടിയിലെ അഷ്കറിനെ പോലീസ് പിടികൂടി. പത്തനംതിട്ട സീതത്തോടിൽ പന്നിപ്പനി സ്ഥിരീകരിച്ചു. സീതത്തോട് പഞ്ചായത്തിലെ 9-ാം വാർഡിലാണ് രോഗം സ്ഥിരീകരിച്ചത്. 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്തെ രോഗബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചു. രോഗബാധിത സ്ഥലത്ത് നിന്ന് പന്നികളെ പുറത്തു കൊണ്ടുപോകുന്നതിനും വരുന്നതിനും 3 മാസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തി. ബുധനാഴ്ച നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി. മലപ്പുറം പോലീസ് മേധാവിക്കും തേഞ്ഞിപ്പാലം സർക്കിൾ ഇൻസ്പെക്ടർക്കുമാണ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുന്നതിനും വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കുന്നതിനും SFI ശ്രമിക്കുന്നതായി MSF ആരോപിച്ചു. സന്ദേശം സിനിമയെ അനുസ്മരിപ്പിച്ച് കണ്ണൂരിൽ മൃതദേഹത്തെ ചൊല്ലി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സംഘർഷം. ഇരിട്ടി കൊയിലൂരിൽ ഓട്ടോ ടാക്സി ഡ്രൈവർ NV പ്രജിത്തിന്റെ മൃതദേഹത്തെ ചൊല്ലിയാണ് BJP CPM പ്രവർത്തകർ തമ്മിലടിച്ചത്. പാലക്കാട് കഞ്ചിക്കോട് ദേശീയപാതയിൽ മിനി ലോറി തട്ടിക്കൊണ്ടുപോയ കേസിൽ 7 പേർ പിടിയിൽ. 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം 4 പേരെ ചോദ്യം ചെയ്തു വരികയാണ്. പിടിയിലായവരിൽ ചിലർ ആലപ്പുഴ കള്ളനോട്ട് കേസിലും പ്രതിയാണ്. മാർച്ച് 8-ന് കഞ്ചിക്കോട് ദേശീയപാതയിൽ ഡ്രൈവറെയും ഉടമയെ ആക്രമിച്ച് മിന്നിലോറി തട്ടിക്കൊണ്ടുപോയ കേസിലാണ് തൃശൂർ വരന്തരപ്പിള്ളി സ്വദേശി ശ്രീജിത്ത് എന്ന കണ്ണൻ, ആലപ്പുഴ സ്വദേശികളായ ഷഫാസ്, വിജിത്ത് എന്നിവരെ വാളയാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനു പുറമെ ആലപ്പുഴ സ്വദേശികളായ ഗോകുൽ രാജ്, അജീഷ്, സനൽകുമാർ എന്നിവരെയും പിടികൂടിയിട്ടുണ്ട്. കേസിൽ 4 പേരെ കൂടി കിട്ടാനുണ്ടെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. 3 കാറുകളിലായി എത്തിയാണ് പ്രതികൾ കഞ്ചിക്കോട് ദേശീയപാതയിൽ റോഡ് തടഞ്ഞ് മിനിലോറി തട്ടിക്കൊണ്ടുപോയത്. ബാംഗ്ലൂരിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് ഫർണിച്ചറുമായി വന്ന മിനിലോറിയാണിത്. കുഴൽപ്പണമുണ്ടെന്ന് കരുതിയാണ് വാഹനം തട്ടിക്കൊണ്ടുപോയതെന്ന് പ്രതികൾ മൊഴി നൽകി.
വാഹനം സംഭവ ദിവസം തന്നെ തൃശൂർ പുതുക്കാട് ഭാഗത്തു നിന്നും കണ്ടെത്തിയിരുന്നു. പിടിയിലായ 4 പേർക്ക് ആലപ്പുഴയിലെ കള്ളനോട്ട് കേസുമായി ബന്ധമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കള്ളനോട്ട് കേസിൽ അറസ്റ്റിലായ കൃഷി ഓഫീസർ ജിഷമോൾക്ക് കള്ളനോട്ട് നൽകിയത് പിടിയിലായ അജീഷാണെന്ന് പാലക്കാട് ഡിവൈഎസ്പി വ്യക്തമാക്കി. ആലപ്പുഴ സ്വദേശി ഗോകുൽരാജും ഈ കേസിൽ പ്രതിയാണ്. അജീഷിന് കള്ളനോട്ട് എത്തിച്ചു നൽകിയത് ഗോകുൽരാജാണെന്ന് അന്വേഷണ സംഘം പറയുന്നു. ഈ പ്രതികളെ പിന്നീട് ആലപ്പുഴ പോലീസിന് കൈമാറും. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് കൽമണ്ഡപത്ത് വീട്ടമ്മയെ ബന്ദിയാക്കി സ്വർണവും പണവും കവർന്നു. കൽമണ്ഡപം സ്വദേശി അൻസാരിയുടെ ഭാര്യ ഷെഫീനെയാണ് 3 അംഗ സംഘം കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി വീടിനുള്ളിൽ കവർച്ച നടത്തിയത്. കസബ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൽമണ്ഡപം പ്രതിഭാ നഗറിലാണ് സംഭവം. വെള്ളം ആവശ്യപ്പെട്ട് കയറി വന്ന 3 അംഗ സംഘം വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയാണ് കവർച്ച നടത്തിയത്. ഷെഫീന മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. ഇവരെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയ സംഘം 65 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും കവർന്നു. ഞാൻ ജസ്റ്റ് വാലെടുക്കലും 3 പേര് കയറി ലോക്കിട്ടതും ഞാൻ പെട്ടു. പിന്നെ അതിനുശേഷം ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. നിർബന്ധിച്ച് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച വെള്ളത്തിന് വാങ്ങി വെച്ച് അങ്ങനെ ഇരുത്തി വായിലും പ്ലാസ്റ്റർ ഒട്ടിച്ചു. കയ്യിനെ രണ്ടും. കവർച്ചാ സംഘം ഓട്ടോയിലാണ് എത്തിയത്. കവർച്ച നടത്തിയ ശേഷം വീട്ടിലുണ്ടായിരുന്ന ബൈക്ക് എടുത്ത് രക്ഷപ്പെട്ടു. ഈ ബൈക്ക് പിന്നീട് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഷെൽഫ് തുറന്ന് അലമാറയുടെ താക്കോലെടുത്ത് ഷെൽഫിലുള്ള ക്യാഷ് എടുത്ത് ഗോൾഡെല്ലാം എടുത്ത് എല്ലാം എടുത്ത് അവിടെ തന്നെ പിടിച്ചു നിർത്തി. കുറച്ചു നേരം നിർത്തി നമ്മളുടെ ബൈക്കിൻ്റെ തന്നെ ചാവി വാങ്ങി ബൈക്ക് എടുത്തിട്ട് കുറച്ചു നേരം ദൂരം വരെ പോയി. ഈ മാസം പാലക്കാട് ഒരു സമൂഹ വിവാഹം സംഘടിപ്പിച്ചിട്ടുണ്ട്. അൻസാരി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെയാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിനുള്ള പണം ഉണ്ടാകുമെന്ന് കരുതിയാണ് കവർച്ച സംഘം എത്തിയതെന്ന സംശയവും വീട്ടുകാർക്കുണ്ട്. അതിന്റെ പൈസ വല്ലതും ഇവിടെ കാണും എന്നുള്ള 30 ലക്ഷം 50 ലക്ഷം അവിടെ ഉണ്ട്, ആ പൈസയാണ് എന്നുള്ളതാണ് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. കസബ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രതികളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. മലപ്പുറം കോട്ടക്കലിൽ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തിയതിനെ തുടർന്ന് ഹോട്ടൽ പൂട്ടി. കുർബാനയിൽ പ്രവർത്തിക്കുന്ന സാങ്കോസ് ഗ്രിൽസ് റെസ്റ്റോറന്റാണ് അടച്ചത്. കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ എത്തിയ ജിഷാദും കുടുംബവും വാങ്ങിയ ഫ്രൈഡ് ചിക്കനിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. തുടർന്ന് വകുപ്പ് മന്ത്രിക്കും DMO, കോട്ടക്കൽ നഗരസഭ എന്നിവർക്ക് പരാതി നൽകി. ഇതിന് പിന്നാലെ നടത്തിയ പരിശോധനയെ തുടർന്നാണ് ഹോട്ടൽ പൂട്ടിയത്. ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് സീരീസ് ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ 4ാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് സമനിലയിലായി. ആദ്യ 2 ടെസ്റ്റുകളിലും ഇന്ത്യ വിജയം നേടിയിരുന്നു. 2ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 2 വിക്കറ്റിന് 175 റൺസ് എന്ന സ്കോറിലെത്തിയപ്പോൾ മത്സരം സമനിലയിൽ അവസാനിപ്പിക്കാൻ ഇരു ടീമുകളും തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ക്രൈസ്റ്റ് ചർച്ച് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ന്യൂസിലൻഡ് അവസാന പന്തിൽ നേടിയ നാടകീയ ജയമാണ് ഇന്ത്യയ്ക്ക് ഫൈനലിലേക്കുള്ള വഴി തുറന്നത്. 285 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കിവീസിന് മുന്നിൽ അവസാന ദിനം മഴ വില്ലനായി എത്തിയെങ്കിലും കെയ്ൻ വില്യംസിന്റെ മികവ് ഇന്ത്യയ്ക്ക് തുണയായി. 121 റൺസുമായി വില്യംസൺ പുറത്താകാതെ നിന്നു. 28 റൺസിന് 1 വിക്കറ്റ് എന്ന നിലയിൽ അവസാന ദിനം ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലൻഡിന് 8 വിക്കറ്റുകൾ നഷ്ടമായി. 86 പന്തിൽ 81 റൺസ് എടുത്ത ഡാരിൽ മിച്ചലിന്റെ ഏറ്റവും മികവും നിർണായകമായി. പരമ്പരയിലെ 2 മത്സരങ്ങളും ജയിച്ചാൽ മാത്രമേ ശ്രീലങ്കയ്ക്ക് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്താൻ കഴിയുകയുള്ളൂ. തുടർച്ചയായ 2ാം തവണയാണ് ഇന്ത്യ ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ കടക്കുന്നത്. ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.